എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ. ഐ ആം ഷെഫ് ജോഷി ഹിയർ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. ഈ ചിക്കൻ ബിരിയാണി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. സാധാരണ ബിരിയാണി നമ്മൾ ചെയ്യുന്നതിന് ഒരു ദം മെത്തേഡാണ്, അത് അബ്സോർപ്ഷൻ മെത്തേഡാണ് റൈസ്. ഇത് നമ്മളൊരു ബോയിലിംഗ് മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് വളരെ ലളിതമായിട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇതിൻ്റെ ഒരു 3 സ്റ്റേജാണ് നമ്മളിതിനെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കിടക്കാം. 600 ഗ്രാം ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ തൈയാണ് കൂടുതലും, തൈയാണ് വിത്ത് ബോണാണ്. ഗീ ഉണ്ട്, ഗീ ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, കൊറിയൻഡർ പൗഡർ, ഹോം മെയ്ഡ് ഗരം മസാല പൗഡർ, ഹോം മെയ്ഡ് തന്നെ നമ്മൾ ക്രഷ്ഡ് പെപ്പർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇവിടെ ഞാൻ സവാള ഒരു 6 സവാള എടുത്ത് വറുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് പുതിന ഇല, 1/2 കപ്പ് മല്ലിയില റഫലി ചോപ്പ് ചെയ്തൊക്കെയാണ്, അധികം ചെറുതായിട്ടില്ല. തൈര്, തക്കാളി, പച്ചമുളക്, നാരങ്ങനീര്, പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കുരുമുളക്, ബേലി, ക്യുമിൻ സീഡ്സ്. നമ്മൾ അരി എടുത്ത് വെച്ചാൽ അരി ബാസ്മതി ലോങ് ഗ്രെയിൻ റൈസാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. അരി 200 ഗ്രാമാണ്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 200 ഗ്രാമാണ്. അങ്ങനെ 3 കപ്പ് എടുക്കുക. അപ്പോൾ 600 ഗ്രാമായി. 2. ഇനി ഇതിന് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുക. വാഷ് ചെയ്തതിന് ശേഷം 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം 4ാമത് വെള്ളം ഒഴിച്ച് ഇതുപോലെ അരമണിക്കൂർ വെച്ചേക്കണം. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കനെ മാരിനേറ്റ് ചെയ്യാൻ പോണ്. ഓക്കെ, ചിക്കനെ മാരിനേഷനിലേക്ക് നമുക്ക് വേണ്ടത് തൈര്, 1 കപ്പ് തൈര് ഒന്ന് ഉടച്ചെടുക്കുക. അതുപോലെ ഈ ഉടച്ച തൈരിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു. ഹോം മെയ്ഡ് ഗരം മസാല പൗഡർ 1, അതുപോലെ 1.5 ടീസ്പൂണാണ്. ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂൺ ചില്ലി പൗഡർ, ഇതിലേക്ക് 2 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ, അതായത് മല്ലി പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിച്ചത്, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇതിനെ നല്ലോണം യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന സവാള, 1 കപ്പ് ഗോൾഡൻ ബ്രൗൺ, അതിലേക്ക് മല്ലി, 1/2 കപ്പ് മല്ലി റഫലി ചോപ്പ് ചെയ്യുന്നു. അതുപോലെ 1/2 കപ്പ് പുതിന ഇല, അതും ഒരു റഫലി ചോപ്പ് ചെയ്താണ്, അധികം ചെറുതാക്കിയിട്ടില്ല. അതിലേക്ക് ഒരു 5 പച്ചമുളക് മുറിച്ചിട്ടില്ല, മുഴുവനോടെ ഇടുന്നു. അതിലേക്ക് 1 തക്കാളി ഇതുപോലെ ചെറിയ പീസുകളാക്കിയത്, 2 ടീസ്പൂൺ സോൾട്ട്, നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ചിക്കൻ ഇടുക. ഇതിനെ നല്ലോണം മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഗീ ചേർത്തു. ഇപ്പോൾ തന്നെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഗരം മസാലയുടെയും ക്യുമിൻ പൗഡറിൻ്റെയും ലെമൺ ജ്യൂസിൻ്റെ ഒക്കെ കൂടി ചേർന്നപ്പോൾ നല്ലൊരു ഫ്ലേവറായിട്ടുണ്ട്. ഓക്കെ, ഈ മാരിനേഷനിൽ നമ്മൾ മിനിമം അരമണിക്കൂർ വെക്കുക. ഓക്കെ, അതിൽ കൂടുതൽ വെക്കണമെങ്കിൽ അരമണിക്കൂറിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു 2-3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റ് വരും, സോഫ്റ്റ് ആവും. ഈ ചിക്കൻ്റെ കണക്റ്റീവ് ടിഷ്യൂ എല്ലാം വിട്ടിട്ട് അത് ടെൻഡറാവും. ഓക്കെ,
അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാരിനേഷൻ പ്രോസസ്സ്. ഈ ഒരു മാരിനേഷൻ നമുക്കൊരു 30 മിനിറ്റെങ്കിലും മിനിമം വെക്കണം. എന്നാലേ അതിൻ്റെ അതുകൊണ്ടുള്ള ഗുണമുണ്ട്, മാരിനേഷൻ ചെയ്യുന്ന ഒരു ഗുണമുണ്ട്. അതായത് ആ ലെമൺ ജ്യൂസും അതിൻ്റെ അകത്തുള്ള ആ തൈരും എല്ലാം ആ ചിക്കൻ്റെ ആ ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടല്ലോ, അത് ബ്രേക്ക് ഡൗൺ ചെയ്യും, അത് സോഫ്റ്റാക്കും, ടെൻഡറാക്കും. അതുപോലെ ഗരം മസാല, ക്യുമിൻ പൗഡർ, ഇതെല്ലാം നമുക്കൊരു നല്ലൊരു ആരോമ തരും. നമ്മൾ ആ സവാള വറുത്ത ഓയിൽ ഇവിടെ ഉണ്ട്. ആ സവാള നേരത്തെ ഞാൻ വറുത്ത് വെച്ചിരുന്നു. അപ്പോൾ ആ ഓയിൽ നമ്മൾ വേസ്റ്റ് ഇല്ല. ആ ഓയിൽ തന്നെ നമുക്ക് ഇത് കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഈ സവാള വറുത്ത അത് ഇതിനകത്തേക്ക് ഒഴിക്കുക, ചട്ടിയിലേക്ക് ഒഴിക്കുക. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 2 ടേബിൾ സ്പൂൺ ഉണ്ട്. അതിലേക്ക് നമ്മൾ സവാള എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹോൾ ഗരം മസാലയിൽ നിന്നും ഒരു 1/2 ടീസ്പൂൺ ക്യുമിൻ ചൂടായതിനു ശേഷം ഓക്കെ, അതിലേക്ക് ഒരു ഇടനില, ഒരു സ്റ്റാർ ആനീസ്, ഒരു 4 ഗ്രാമ്പു, അതുപോലെ ഒരു 4 ഏലക്ക, ഒരു 2 പട്ട. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇടുക. ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചിക്കനിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തൈരിൻ്റെ വെള്ളം മതിയാവുന്നതിന്. ചിക്കൻ എല്ലോടുകൂടിയുള്ള എണ്ണയിൽ നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വേവിക്കാം. അപ്പോൾ അത് സോഫ്റ്റ് ആവും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ച് ഇങ്ങനെ വേവിക്കുക. 5 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യാം, സിം ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനും റൈസും ഒരേ സമയത്ത് റെഡിയാവും. അപ്പോൾ നമുക്ക് അതിനെ ദം അടിക്കാം. റൈസിനുള്ള വെള്ളം വെച്ചു. ഓക്കെ, ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇടേണ്ടത് 2 പട്ട, 4 ഗ്രാമ്പു, അതുപോലെ ഒരു 3 ഏലക്കായ്, ഒരു 3-4 പെപ്പർകോൺ, കുറച്ച് ജീരകം. അത് കൂടാണ്ട് ഇട്ടേക്കാം. നല്ലോണം ഒന്ന് സ്റ്റിർ ചെയ്യാം. അതിലേക്ക് ഉപ്പ് ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അത് നോക്കിയിട്ടിടുക ഒരു പാകത്തിന്. ഓക്കെ, ഇത്തിരി പുതിന കൂടി ഇട്ടിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചേക്കാം, തമ്മിൽ സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ. മൂടി വെച്ചേക്കാം. വെള്ളം തിളക്കട്ടെ നല്ലോണം. തിളക്കുന്നുണ്ട്. നമ്മൾ റൈസ് വാർന്ന് വെച്ചിട്ടുണ്ട്. ഇത് നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇടുക. ഒരു 3/4 വെന്താൽ മതി. അതായത് 75% വെന്താൽ മതി. ബാക്കി നമുക്ക് ദമ്മിൽ ഇരുന്ന് വേകാനുള്ളതാണ്. ഇത് റൈസ് ഒരു 8 തൊട്ട് ഒരു 10 മിനിറ്റ് വരെ ഇതുപോലെ തിളച്ച് കഴിയുമ്പോൾ ആയിക്കോളും. ഒക്കെ ഒന്ന് ചിക്കൻ എടുത്തൊന്ന് നോക്കുക. ഓക്കെ, നമ്മുടെ ചിക്കൻ നല്ല കുക്കാവുന്നുണ്ട്. എണ്ണയെല്ലാം മുകളിൽ വന്നു. വെരി ഗുഡ്. ആവശ്യത്തിന് ഗ്രേവി ഉണ്ട്. ചിക്കൻ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് തിരിച്ചു വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 മിനിറ്റ് ധാരാളമാണ്. ബാക്കി ഒരു 5 മിനിറ്റ് ദമ്മി കിടന്നാകുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. ഓക്കെ, നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിനെ സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി ബാക്കി ഇത് ആ റൈസിൻ്റെ കൂടെ കിടന്ന് വെന്തോളൂ. ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. കണ്ടോ, അതുപോലെ നല്ലൊരു ആരോമ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് മല്ലിയിലിട്ടേക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും വെന്താൽ മതി. അധികം വെന്ത് തുടങ്ങേണ്ട. ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ വാർന്നെടുക്കാം. റൈസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അതുപോലെ റൈസ് റെഡിയാണ്. ഇനി ദം അടിക്കുക. അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ദമ്മാക്കുക. അപ്പോൾ അതിലേക്ക് കിടക്കാം.
ഈ തവ എടുത്ത് നമുക്ക് ഇവിടെ വെച്ചേക്കാം. എന്താ ചൂടാക്കുക. ആദ്യം ഹൈ ഫ്ലെയിമിലിടുക. അതിന് ശേഷം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ അത് സിമ്മറിലേക്ക് വെക്കുക. അങ്ങനെ ഒരു 10 മിനിറ്റ് നമ്മൾ ഇതിനെ ദം അടിച്ചെടുക്കുക. ഈ റൈസിൻ്റെ മുകളിൽ നമ്മൾ ലെയർ കൊടുക്കുന്നില്ല, ഇത് ഒറ്റ ലെയറുള്ള ചിക്കൻ താഴെയും റൈസ് മുകളിലും. ഇതാണ് ഈ ഹൈദരാബാദിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, ഇതിനകത്തേക്ക് നമുക്ക് ഒരു ഗീ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സവാള വറുത്തത് നമ്മളെടുത്തെടുത്തിട്ട് എൻ്റെ മേലിലേക്ക് വെക്കുന്നു. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ആയിരുന്നു, അതിന് ചെറിയ ഇതിലേക്ക് ഇതിൽ വെച്ചതിന് ശേഷം നമ്മൾ സിമ്മറിലേക്ക് ഇടുക. ഓക്കെ, സിമ്മറിലിട്ടതുപോലെ 10 മിനിറ്റ് കവർ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി റെഡി. ദിസ് ഫോർ നമ്മുടെ ബിരിയാണിൻ്റെ കൂടെ സെർവ് ചെയ്യാനുള്ള അനാർക്ക റൈത്താണ്. ബിരിയാണി ചെറിയ സ്പൈസിയാണ്, അപ്പോൾ അവർ കൂടുതൽ ഹൈദരാബാദികൾ കഴിക്കുന്നത് ഇതാണ്. ഈ തൈരും അതിൻ്റെ കൂടെ കുറച്ച് അനാറും ഇട്ടിട്ട് റൈത്ത എന്ന് പറയും. റൈത്ത നമുക്ക് അറിയാമല്ലോ, അക്കമ്പനിമെൻ്റാണത്. കട്ട തൈര് എടുക്കുന്നത് പോലെ സോൾട്ട്, ക്യുമിൻ പൗഡർ, ചില്ലി പൗഡർ, നമുക്ക് കുറച്ച് അനാറിടാം. ഇതാണ് നമ്മുടെ റൈത്ത, ഹൈദരാബാദി ബിരിയാണിൻ്റെ കൂടെ കൊടുക്കുന്ന റൈത്തയാണ്. ഓക്കെ, അനാർക്ക റൈത്ത. അനാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതള നാരകം, ഓക്കെ, അതിൽ പൊമിഗ്രാനൈറ്റ് സീഡ് അത് വെച്ചിട്ടുള്ള ഒരു റൈത്തയാണ്. നല്ല അക്കമ്പനിമെൻ്റാണ്. ബിരിയാണി കുറച്ച് സ്പൈസി ആയിരിക്കും, അപ്പോൾ ഒരു അതിൻ്റെ സ്പൈസിനെസ് കട്ട് ഡൗൺ ചെയ്യാനാണ് ഈ ടൈപ്പിലെ റൈത്ത അതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹൈദരാബാദ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഹൈദരാബാദി മുറുഗ് ബിരിയാണി അല്ലെങ്കിൽ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കണ്ടാ കഴിക്കാൻ. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ലളിതമാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഡു ട്രൈ അറ്റ് ഹോം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി പുതിയ ഡിഷുമായിട്ട് വരുന്നതായിരിക്കും. ഷെഫ് ജോഷി സൈനിങ് ഓഫ്.